ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 1ാം ക്ലാസ്സിലെ തദ്രീബു തിലാവയിലെ അദ്റസു സാബിർ വസലാസൂൻ 37ാമത്തെ ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് അൽ ഹുറൂഫു ഷംസിയ സൺ ലെറ്റേഴ്സ് അല്ലേ, ഷംസിയായ അക്ഷരങ്ങൾ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കമരിയായ ഹർഫുകളെ കുറിച്ച് പറഞ്ഞു, 3 ലെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഷംസിയായ ഹർഫുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കമരിയായ അക്ഷരങ്ങളിൽ നമ്മൾ എന്തായിരുന്നു, ലാമിനെ വ്യക്തമാക്കി അല്ലേ, വ്യക്തമാക്കിയിട്ടാണ് പറഞ്ഞത്. എന്നാൽ ഷംസിയായ അക്ഷരങ്ങളിൽ ലാമിനെ വ്യക്തമാക്കാതെ അടുത്ത അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം. അതാണ് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കമരിയായ അക്ഷരങ്ങൾ പെട്ടെന്ന് ചേർത്ത് പറയാനുള്ളൊരു വേർഡ്സ് പറഞ്ഞു. ഷംസിയായ അക്ഷരങ്ങൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം? നമ്മൾ അലിഫ്, ബാ, താ, സാ അല്ലേ, ഒരുപോലെ വരുന്ന അക്ഷരങ്ങൾ നോക്കാം. ഇവിടെ 2 പുള്ളി, ഇവിടെ 3 പുള്ളി, ഇവിടെ പുള്ളി ഇല്ലാത്ത ദാല്, ഇവിടെ പുള്ളിയുള്ളത് ദാല്, റാ, സായി, സീന്, ഷീന്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് ഇതിന്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ താ, സാ, ദാല്, ദാല്, റാ, സായി, സീന്, ഷീന്, സോദ്, ലോദ്, തോ, ലോ, ലാമ്, നൂന്. ഇവിടെ മാത്രമേ കുറഞ്ഞ വ്യത്യാസമുള്ളൂ. എന്നാൽ തന്നെ ലാമിൻ്റെ പകുതി ഒഴിവാക്കിയിട്ടാണ് നമുക്കിവിടെ നൂന് ഇടുന്നത് അല്ലേ, അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഓർഡറിൽ ഈ 14 അക്ഷരങ്ങൾ, ഷംസിയ അക്ഷരങ്ങൾ 14 എണ്ണമാണ്, കമരിയ അക്ഷരങ്ങളും 14ആണ്. അപ്പോൾ അത് ഓർഡർ പഠിക്കുക. ഇനി അത് വരുന്ന വാക്കുകളും അത് ചേർന്ന് വരുമ്പം വരുന്നതും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഇവിടെ താഇന് തവാബുൻ എന്ന വേർഡ്സ് എങ്ങനെ വരും? ഹുവത്തവാബു. ഖുർആനിലാണ് നമുക്ക് ഈ ഷംസിയും കമരിയും മനസ്സിലാക്കി ഓതാൻ വരിക. അപ്പോൾ ഇവിടെ ഹുവത്തവാബു ഇങ്ങനെ വരും. ഖുർആനിൽ തവാബ് എന്നുള്ളൊരു വേർഡ്സ് വരുമ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ ഹുവ എന്നുള്ള അല്ലെങ്കിലും വേറെന്ത് വേർഡ്സിനോടാണ് ചേർന്ന് വരുന്നതെങ്കിലും തവാബ് എന്നുള്ള താ വരുന്നൊരു വേർഡ്സ്, തവാബ് തന്നെ ആവണമെന്നില്ല, താ വരുന്നൊരു വേർഡ്സിന് മുമ്പ് ഇങ്ങനെ അലിഫ് ലാം ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ? അപ്പം എന്ത് ചെയ്യണം? ഹുവത്തവാബു. ഈ അലിഫിനെയും ലാമിനെയും നമ്മൾ ഉച്ചരിക്കണ്ട. ഈ അലിഫ് നമ്മൾ ഓൾറെഡി ഉച്ചരിക്കൂല. ഇടയിൽ സ്വാദിൻ്റെ തല പോലെ വരുന്ന ഫതഹ് വരുന്ന അലിഫ് നമ്മൾ ഇടയിൽ ഉച്ചരിക്കൂല. എന്നാൽ അൽഹംദു എന്നതിൽ ഉച്ചരിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ഇവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ? അന്നജുമു. പക്ഷെ നമ്മളിവിടെ അസാക്കിബു എന്ന് പറയൂല. ഇവിടെ തുടക്കത്തിലായതുകൊണ്ട് അന്നജുമു എന്ന് പറഞ്ഞു, ആ എന്ന് നമ്മൾ ഉച്ചരിച്ചു. എന്നാൽ അന്നജുമു സാക്കിബ് എന്നാണ് നമ്മളിവിടെ പറയുക. ഈ അലിഫിനെ ലാമിനെ ഉച്ചരിച്ചിട്ടില്ല. ഇവിടെ ഇടയിൽ വന്നു വസ്സമായി, അലിഫ് കണ്ട, വത്തോരിക്ക് ഇവിടെ ഇടയിൽ വന്നു. എന്നാൽ ഫസ്റ്റ് വന്നത് കാരണം നമ്മളിവിടെ അന്നജുമു ആ എന്ന് നമ്മളിവിടെ ഉച്ചരിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നൂന് ഷംസിയ അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ വന്ന ലാമിനെ ഉച്ചരിക്കാതെ നമ്മൾ എന്ത് ചെയ്തു? ആ ലാമിനെ ഇതിലേക്ക് ചേർത്ത് ഇദ്ഗാം ചെയ്തു. മനസ്സിലായില്ല? അപ്പോൾ ഇദ്ഗാം ചെയ്യലാണ് ഷംസിയായ അക്ഷരങ്ങൾ. അപ്പോൾ തവ്വാബുൻ ഹുവത്തവ്വാബുൻ, ഈ ലാമിനെ ഇദ്ഗാം ചെയ്തു. ഞാ സമറാത്തുൻ മിനസ്സമറാത്തി സായിലേക്ക് ലാമിനെ ഇദ്ഗാം ചെയ്തു. ഇനിയോ ദാല് ദീനുൻ ഇന്നദ്ദീന. പിന്നെ ദിക്റുൻ അനിസിക്കിരി. പിന്നെ റഹ്മാനുൻ ഹുവർ റഹ്മാനു. സൈത്തൂനുൻ വസ്സൈത്തൂനി. സീന് എന്നാണ് സമീഉൻ വഹുവസ്സമീഉ. അപ്പോൾ അത് ചേർന്ന് മനസ്സിലാക്കട്ടാ. സീനാണ് വരിക. ഈ വേർഡ്സ് തന്നെ ആവണമെന്നില്ല, ഈ അക്ഷരങ്ങൾ വരുന്ന വേറെ ഏത് വേർഡ്സും വരാം. മനസ്സിലാക്കട്ടാ. പിന്നെ ഷീന് ഷഹറുൻ അനിഷഹരി. മനസ്സിലാക്കുക. സ്വാദ് സ്വൈഫുൻ വസ്സൊയ്ഫി. ലോദ് ലോല്ലീൻ വലല്ലോല്ലീൻ. തൊആമുൻ കുല്ലുത്തൊആമി. ലോലിമൂന
ലോലിമൂന ഹുമുല്ലോലിമൂൻ ഹുമുല്ലോലിമൂന. അപ്പോൾ ഞാൻ വഖഫായിട്ട് വരുമ്പോഴാണ് ചിലതിന് സുക്കൂന് അങ്ങനെ വരുന്നത് കേട്ടോ. ഹുമുല്ലോലിമൂൻ നമ്മൾ വേഴ്സായിട്ട് പറയുകയാണല്ലോ അല്ലേ. ഇനി ലാമ് ലത്തീഫുൻ. ലത്തീഫുൻ എന്താണ്? വഹുവൽ ലത്തീഫ് വഹുവൽ ലത്തീഫ്. പിന്നെ നൂന് നസ്റുൻ നസ്റുൻ. വമൻ നസ്റു വമൻ നസ്റു. നൂന് വന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഷംസിയ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്, മനസ്സിലാക്കുക. അപ്പോൾ ഷംസിയ അക്ഷരങ്ങൾക്ക് മുമ്പ് വരുന്ന ലാമിനെ ഉച്ചരിക്കരുത്. അതിനെ ആ ഷംസിയ അക്ഷരങ്ങളിലേക്ക് ഇദ്ഗാം ചെയ്യണം. അത്ര മനസ്സിലാക്കിയാൽ മതി. നക്റഉ മിനൽ ഖുർആൻ, ഖുർആൻ എന്ന് വന്നത് നമ്മളവിടെ നൂനിന് നസ്റു എന്ന് പറഞ്ഞു. ഇവിടെ നൂനിൻ്റെ നജ്മുൻ എന്ന വേറെ വേർഡ്സ് വന്നു, മനസ്സിലായില്ലേ? താന് തവ്വാബ് നമ്മളോട് അത്തീനി വന്നു, തീനി. അപ്പോൾ വത്തീനി അല്ലേ. സായിക്ക് നമ്മളവിടെ എന്തായിരുന്നു? ജെയ്ത്തൂന് വന്നു. അപ്പോൾ ഇവിടെ ജെയ്ത്തൂൻ എന്നുള്ള വേർഡ്സ് തന്നെയാണ് വന്നത്. അപ്പോൾ അതുപോലെ വേർഡ്സുകൾ മാറാം, മനസ്സിലാക്കട്ടാ. പിന്നെന്താണ് ഇവിടെ? വസ്സമായി, സീനിന് വസ്സമായി വത്തോരിക്ക്, തോ വസ്സമായി വത്തോരിക്ക്. അന്നജുമു സാക്കിബ്, നൂനും സാ ഒക്കെ വന്നു. അന്നജുമു സാക്കിബ്. വത്തീനി വസ്സൈത്തൂൻ, തീനി വസ്സൈത്തൂൻ. ഹുവത്തവ്വാബുർ റഹീം, ഹുവത്തവ്വാബുർ റഹീം. റാ താ ഒക്കെ വന്ന വേർഡ്സുകൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഖുർആൻ പാരായണത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ അതിൻ്റെ വർക്കിൽ നമുക്ക് നോക്കിയാലോ. ഹുറൂഫു ഷംസിയ താഴെയുള്ള ബോക്സുകൾ ഉദാഹരണ പോലെ പൂർത്തിയാക്കാൻ. അവിടെ തീനു അത്തീനു അല്ലേ. തവ്വാബു എന്താണ്? അത്തവ്വാബു അത്തവ്വാബു. പിന്നെ ദീനു അദ്ദീനു, ദീനു അദ്ദീനു. പിന്നെ ദംബുൻ ദംബുൻ അദ്ദംബു അദ്ദംബു. അലിഫും ലാമും അവിടെ എഴുതുക, എന്നിട്ട് അതിലൂടെ ദാല് ചേർത്ത് അദ്ദംബു ചേർത്ത് എഴുതുക. ഇനി റഹീമുൻ അർറഹീമു അർറഹീമു. സകാത്തുൻ അസ്സകാത്ത് സകാത്തുൻ അസ്സകാത്ത്. സമാഉൻ സമാഉൻ അസ്സമാഉ അസ്സമാഉ. ഷംസുൻ അഷംസു. സൊബറുൻ അസ്സൊബറു. ലൊലാലത്തുൻ അല്ലൊലാലത്തു. ത്വയ്റുൻ അത്വയ്റു. ലുൽമുൻ അല്ലുൽമു അല്ലുൽമു. ലൈലുൻ അല്ലൈലു ലൈലുൻ അല്ലൈലു. നബിയുൻ അന്നബിയു നബിയുൻ അന്നബിയു. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതിയതുപോലെ അത്തീനു എന്ന് ഉദാഹരണം തന്നതുപോലെ ഒക്കെ അതുപോലെ ചേർത്ത് കംപ്ലീറ്റ് ആക്കുക. ഇനി നമുക്ക് തർത്തീബായിട്ട് ഇവിടെ ഷംസിയ അക്ഷരങ്ങൾ എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർഡർ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. താ സാ ദാല് സാല് റാ സായി സീന് ഷീന് സോദ് ലോദ് തോ ലോ ലാമ് നൂന്. അതാണ് 14 ഹർഫുകൾ ഷംസിയായ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഹുറൂഫു ഷംസിയയുടെ ഈ പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത പാഠവും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.